നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കൈസ്കോർ ടെസ്റ്റ്. കൈസ്കോർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴാണ് കൈസ്കോർ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള വേരിയേഷൻസ് വല്ലതും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. കൈസ്ക്വയർ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. ദി വാല്യൂ ഓഫ് കൈസ്ക്വയർ ഡിസ്ക്രൈബ്സ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അണ്ടർ സർട്ടൻ അസംഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യും, കുറച്ച് ഡാറ്റാസ് ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ച നമ്മുടെ അസംഷൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ അസംഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ നടത്തുക, കൈസ്കോർ ടെസ്റ്റിൽ നടത്തുക. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഏതാണ് പ്രോസർ കാൾപിയേഴ്സൺ ആണ് 1990. ഇനി എപ്പോഴൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുക, ഈ കൈസ്കോർ ടെസ്റ്റ് യൂസ് ചെയ്യുക എന്ന് ചോദിക്കുന്നത്? അതിൽ ഫസ്റ്റ്, യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവ് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ യാതൊരു വേരിയേഷൻസും ഇല്ല എന്ന് വെച്ചാൽ സെയിം ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ, ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ തന്നെ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾ തമ്മിൽ ഡിപ്പെൻഡൻ്റ് ആണോ അതോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം, മാർക്കായിരിക്കും, എന്ത് വേണമെങ്കിലും ആയിരിക്കും. ഇതൊക്കെ ഹോമോജീനിയസ് ആണോ, ഒരേപോലെയാണോ എന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ മാർക്ക് ഒരേപോലെയാണോ, അപ്പോൾ തന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രോഫിറ്റ് ഒരേപോലെയാണോ, അങ്ങനെ ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? കൈസ്കോർ ടെസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ തന്നെ യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഗിവൺ പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ ഓൾറെഡി ഉള്ള പോപ്പുലേഷനിൽ നിന്ന് നമ്മളെടുത്ത സാമ്പിള് വേരിയേഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൈസ്കോർ ടെസ്റ്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ ക്ലാസ് ആകുമ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടായിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്ന, കൈസ്കോർ ടെസ്റ്റ് ഏതൊക്കെ സ്റ്റെപ്പ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഒരു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഫിക്സ് ചെയ്യും, H0 നൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് കൈസ്ക്വയർ. നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എന്താണ് ഫോർമുല? സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇതാണ് ഇതിൻ്റെ ഫോർമുല. കൈസ്ക്വയറിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ഫ്രീക്വൻസി, ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ഒബ്സർവ് ഫ്രീക്വൻസി എങ്ങനെ കിട്ടുക? നമ്മളത് പീരിയോഡിക്കൽ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും, അത് ആക്ച്വൽ ഡാറ്റ ആയിരിക്കും. ആക്ച്വൽ ഡാറ്റ ആയിരിക്കും ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ എക്സ്പെക്ടേഷനാണ്, നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അത് തമ്മിലുള്ള ആ ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ചെയ്യുക, എക്സ്കോർ ടെസ്റ്റ് കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ചൂസ് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെവൽ ഓഫ് അക്സെപ്റ്റബിൾ ലെവൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. നോർമലി എത്രയായിരിക്കും? 5% ആയിരിക്കും. അല്ല വേറെ റേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റേറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പം നോർമൽ കേസിൽ നമ്മൾ എത്ര എടുക്കുക? 5% എടുക്കും. പിന്നെയോ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കും. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുലാസ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ഐഡന്റിഫൈ ദി ടേബിൾ വാല്യൂ ഓഫ് കൈസ്ക്വയർ എന്ന് വെച്ചാൽ ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഏതൊക്കെ കമ്പയർ ചെയ്യും? ഈ ടേബിൾ വാല്യൂവും അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച കാൽക്കുലേറ്റഡ് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫിക്സ് ചെയ്ത ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ നൾ ഹൈപ്പോത്തസിസ് ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. എപ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക? നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണ് എങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതേസമയം കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഇതാണ് ഏതിൻ്റെ സ്റ്റെപ്സ്, കൈസ്ക്വയർ ടെസ്റ്റ് സ്റ്റെപ്സ്. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യും. എന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഹോമോജീനിയസ് ആണ്, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഏത്, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് കൈസ്ക്വയർ. അപ്പോൾ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കും, കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കും, ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും.
അതിനുശേഷം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫിക്സ് ചെയ്യും. ഈ രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ നമ്മൾ നോക്കുക. അപ്പോൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ എ പേഴ്സണൽ മാനേജർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ട്രൈങ് ടു ഡിറ്റർമൈൻ വെദർ absenteeism is greater on one day of the week than the other. His records of the past years shows the following sample of distribution. നമ്പർ ഓഫ് വീക്സ് കൊടുത്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അതുപോലെ തന്നെ ആബ്സെൻറ്റീസ് ഉണ്ട് 66, മൺഡേ 66, അതേപോലെ തന്നെ ട്യൂസ്ഡേ 57, വെനസ്ഡേ 54, തേഴ്സ്ഡേ 48, ഫ്രൈഡേ 75. എന്നെ ചോദിക്കുന്നത് ടെസ്റ്റ് വെദർ ദി ആബ്സെന്റ് ഈസ് യൂണിഫോം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് യൂണിഫോമിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി വീക്ക് എന്ന് വെച്ചാൽ ഒരു ആഴ്ചയായിട്ട് എംപ്ലോയീസിന്റെ ആബ്സെൻസ് യൂണിഫോം ആണോ, ഒരേപോലെയാണോ. അപ്പോൾ നമുക്ക് തിയറി ഒന്നും അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും, യൂണിഫോം അല്ല എന്ന് പറയും. കാരണം എന്താ, മൺഡേയിൽ 66 ലീവ്, ട്യൂസ്ഡേയിൽ 57, വെനസ്ഡേയിൽ 54, തേഴ്സ്ഡേയിൽ 48, ഫ്രൈഡേയിൽ 75. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, യൂണിഫോം അല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ആണ് നോക്കുന്നത്. ആക്ച്വൽ എക്സാക്ട് ഡിഫറൻസ് അല്ല നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുക. സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്, സിഗ്നിഫിക്കൻ്റ്ലി ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പേഴ്സണൽ മാനേജർ എന്ന് വെച്ചാൽ കമ്പനിയിലെ എച്ച് ആർ ചെക്ക് ചെയ്യാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ മൺഡേയിൽ 66 പേര് മിക്കവാറും ഒരു ആവറേജ് ലെവലിൽ 66 പേര് ലീവാവും ഒരാഴ്ചയുടെ കണക്കെടുക്കുകയാണെങ്കിൽ. ട്യൂസ്ഡേയിൽ 57, വെനസ്ഡേയിൽ 54, തേഴ്സ്ഡേയിൽ 48, ഫ്രൈഡേയിൽ 75. അത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. ആള് കഴിഞ്ഞ വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിനൊരു ആവറേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് എന്ത്, ഈ ലെവലിലെ ഡാറ്റ. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഡാറ്റ എങ്ങനെയാണ്, തന്നിരിക്കുന്ന ഡാറ്റ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. തന്നിരിക്കുന്ന ഡാറ്റ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താ, യൂണിഫോംലി ആണ് അല്ലെ, യൂണിഫോംലി ആണ്. അപ്പോൾ യൂണിഫോംലി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ ആബ്സെൻറ്റീസ് ഈക്വൽ ആയിരിക്കും. ആബ്സെൻറ്റീസ് ഈക്വൽ ആയിരിക്കും. ആബ്സെൻറ്റീസ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് എല്ലാ ടോട്ടൽ ലീവുകൾ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1, 2, 3, 4, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, അതാണ് ഏത് അല്ലെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. എന്ന് വെച്ചാൽ യൂണിഫോം ആണ് എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ആണോ അത് നമ്മൾ നോക്കുന്നത്. ഇത് ഒബ്സർവ്ഡാ, ഓൾറെഡി ആള് വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ച സംഗതിയാണ്. ഇത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, യൂണിഫോം ആണ്. ഇത് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ലീവുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക, ടോട്ടൽ ലീവ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ടോട്ടൽ ലീവ് എത്ര നോക്കിയാൽ 66 പ്ലസ് 57 പ്ലസ് 54 പ്ലസ് 48 പ്ലസ് 75. അപ്പോൾ എത്ര കിട്ടി, ടോട്ടൽ 300 കിട്ടി. 300 ഡിവൈഡഡ് ബൈ എത്ര ഡേയ്സ് ഉണ്ട്, 1, 2, 3, 4, 5. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 60. അപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, 60. എല്ലാ ദിവസവും 60 ആകുമോ, ആകാനുള്ള സാധ്യതയുണ്ടോ, ആണോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും 60 ആണ് നമ്മുടെ എന്ത്, എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ. ഏതൊക്കെയാണ്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമുക്ക് വേണം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് വേണം. ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ഫിക്സ് ചെയ്യും. കണ്ടാ, നൾ ഹൈപ്പോത്തസിസ് എന്താണ്, ആബ്സെന്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് വെക്കും. ഇവിടെ യൂണിഫോംലി ആണോ, അതെ, നമ്മളത് ആദ്യം തന്നെ ഹൈപ്പോത്തസിസ് വെച്ചു. കണ്ടാ, ആബ്സെൻസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിഫോംലി ആണ്. ഇത് നമ്മുടെ അസംഷൻ മാത്രമാണ്. ഇത് കറക്റ്റ് ആണോ അല്ലേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരണം. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ ചെയ്യൂ. ഇതെപ്പോൾ നമ്മളിത് കറക്റ്റ് ആവും, നിങ്ങൾക്ക് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഏതിനെ അപേക്ഷിച്ച് ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് റിജക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, ആബ്സെൻസ് ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിഫോംലി അല്ല എന്ന് നിങ്ങൾ പറയേണ്ടതായിട്ട് വരും.
ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ ഇത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണ്? നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെച്ചു. അതിനുശേഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഏത്? നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ എന്താ വേണ്ടത്? ഇതാണ് ഫോർമുല സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ. അപ്പോൾ O നമുക്കറിയാം, ഒബ്സർവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്ത ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 66, 57, 54, 48, 75 ഇതാണ് ആള് ഒബ്സർവ് ചെയ്തിട്ട് ആൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓല് നമ്മൾ എന്ത് ചെയ്തു? ഒബ്സർവ് ഫ്രീക്വൻസി എഴുതി. പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താ? എല്ലാ ദിവസവും ലീവ് യൂണിഫോം ആണ്. അപ്പോൾ ടോട്ടൽ ലീവിനെ യൂണിഫോം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 60 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ O കിട്ടി, E കിട്ടി. പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? O മൈനസ് ഇ കണ്ടുപിടിക്കും. ഈ രണ്ടിന് ഡിഫറൻസ് കാണും. അപ്പോൾ എത്ര കിട്ടി? 66 മൈനസ് 60 6 അല്ലേ? അതുപോലെ -3 57 60 പോയി കഴിഞ്ഞാൽ -3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? O മൈനസ് ഇ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? O മൈനസ് ഇയുടെ ഹോൾ സ്ക്വയർ ചെയ്യണം അല്ലെ? O മൈനസ് ഇ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്വയർ ഇട്ടാൽ മാത്രം പോരെ. അപ്പോൾ 6 36 3 9 മനസ്സിലാവുണ്ടോ? അപ്പോൾ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ O മൈനസ് ഇ ഹോൾ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 36 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ നോക്കി എത്ര കിട്ടുന്നു? 36 ഡിവൈഡഡ് ബൈ 60 എത്ര വരിക? 0.6 ഉണ്ടാ 0.6. അപ്പോൾ എല്ലാം ചെയ്യുക അതേപോലെ തന്നെ. ഇത് ഡിവൈഡഡ് ബൈ അല്ലെ? ഇത് ഡിവൈഡഡ് ബൈ ഇത് 9 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 0.15 കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സിഗ്മ കാണണം. സിഗ്മ കാണാൻ പറഞ്ഞാൽ ടോട്ടൽ ചെയ്യണം അർത്ഥം. ടോട്ടൽ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 7.5 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? കാൽക്കുലേറ്റഡ് വാല്യൂ 7.5 കിട്ടി. ഇത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡവും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു നോർമൽ കേസ് എത്ര എടുക്കുക? 5% എടുക്കുക. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുന്നുണ്ടെങ്കിൽ n-1 ആണ് ഫോർമുല, ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പം n പറഞ്ഞ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്മൾ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 4 5 5 ഒബ്സർവേഷൻ. അപ്പോൾ 5 - 1 4. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% കിട്ടി. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 4% കിട്ടി. ഈ രണ്ടും വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ. അതായത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 4ൽ എത്രയാണ് ഫിഗർ നമ്മൾ നോക്കും. അപ്പോൾ ടേബിൾ വാല്യൂ നമ്മൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ വാല്യൂ. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5 അല്ലേ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? 4 പറഞ്ഞിട്ടാണ്. അതാ 4. അപ്പോൾ 5 4 കൂടിയും ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 9.488 അല്ലേ? അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം 4ൽ ഇന്റർ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? 9.488. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എവിടെ? ഇതല്ല, 9.94. ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലേ ടേബിളില്. .45 ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? 9.45 9.45. ഓക്കെ. ടേബിളിന്റെ പ്രശ്നമായിരിക്കാം, പ്രിന്റ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. എന്നായിരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി 9 പോയിന്റ് കിട്ടിയല്ലോ. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ നോക്കി. കാൽക്കുലേറ്റഡ് വാല്യൂ 7.5, ടേബിൾ വാല്യൂ 9.94. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ആണ്. എപ്പോഴും കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കി, സിൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ആബ്സെന്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ യൂണിഫോം ആണ്. ആബ്സെന്റ് വലിയ വ്യത്യാസമൊന്നുമില്ല, സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം കാണുമ്പോൾ തോന്നും ഡിഫറെന്റ് ആണെന്ന്. പക്ഷേ നമ്മൾ പറയുന്നത് എക്സാക്ട് ഡിഫറൻസ് അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്. അത്രമാത്രം വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള അസംഷനിലേക്ക് നമ്മൾ എത്തും. വി കൺക്ലൂഡ് ദാറ്റ് ആബ്സെൻസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. യൂണിഫോംലി ആണ്, ഏറെക്കുറെ യൂണിഫോം തന്നെയാണ്, വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിൽ നമ്മൾ എത്തിച്ചേരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? കൈ-സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെ എക്സാമ്പിൾ 2 നോക്കി. ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സീരീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത്
എന്താ ചെയ്യുന്നത് ഇവിടെ? ഡൈ വാസ് ത്രോൺ 90 ടൈംസ്. 90 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൈ ഇടുക. 90 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൈ ഇടുകയാണ് വിത്ത് ദി ഫോളോയിങ് റിസൾട്ട്. അപ്പം കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത്? ഫേസ് 1. അപ്പോൾ ഒരു ഡൈയുടെ പ്രത്യേകത എന്താ? അതിൽ 6 ഫേസ് ഉണ്ടാവും അല്ലേ? 6 ഫേസ് ഉണ്ടാവും. 1, 2, 3, 4 അങ്ങനെ ഇനി നോക്കിയാൽ 6 ഫേസ് ഉണ്ടാവും. നമ്മൾ 6 ഫേസിലും 1 മാർക്ക് ചെയ്യും. ഒന്നാമത്തെ ഫേസ് 1, 2, 3, 4, 5, 6. ആ കട്ടയിൽ 6 സൈഡ് നമ്മൾ നമ്പർ ഇട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 90 പ്രാവശ്യം ആ ഡൈ ഇട്ടു. 90 പ്രാവശ്യം ഡൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 എന്ന നമ്പർ വന്ന് 10 പ്രാവശ്യം, 2 എന്ന നമ്പർ വന്ന് 12 പ്രാവശ്യം, 3 വന്നത് 16 പ്രാവശ്യം, 4 വന്നത് 14 പ്രാവശ്യം, 5 വന്നത് 18 പ്രാവശ്യം, 6 വന്നത് 20 പ്രാവശ്യം. ഇനി എല്ലാം കൂടി കൂട്ടി നോക്കി. അപ്പോൾ 90 ടൈംസ് ആയിട്ടുണ്ടാവും. 10, 12, 22, 22, 32, 32, 6, 38, 48, 48, 4, 52, 52, 8, 60, 10, 70, 80, 90. കറക്റ്റായി. അപ്പോൾ 90 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് സംഗതി. പക്ഷേ ഓരോ ഫേസും ഡിഫറെൻറ്റ് ലെവലാണ് വന്ന് വീണ്. അപ്പോൾ നമ്മുടെ 6 എന്നുള്ള ഫേസ് 20 പ്രാവശ്യം വീണു. അപ്പം 6ന്റെ ഭാഗത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല എൻ്റെ മീനിങ്. അപ്പോൾ ആ അൺബയാസ്ഡ് എന്തോ ഒരു ബയാസ് അവിടെ ഉണ്ട്. ചില ഫേസിന് എന്തോ പ്രശ്നം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നാൽ അതേസമയം അൺബയാസ്ഡ് എല്ലാ ഫേസും ഒരേപോലെയാണ്. അൺബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണമായിരുന്നു? എല്ലാം കറക്റ്റായിട്ട് തന്നെ വരണമായിരുന്നു. എല്ലാം ഈക്വൽ ആയിട്ട് വരണം. എല്ലാം ഈക്വൽ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫേസിലും ഈക്വൽ ചാൻസ് കിട്ടണമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിവൈഡ് ബൈ 6 അല്ലേ? അപ്പോൾ 90 ഡിവൈഡ് ബൈ 6 നോക്കി. ഡിവൈഡ് ബൈ 6 എത്രയായിരുന്നു? 15. അപ്പോൾ എല്ലാം 15 വെച്ചിട്ട് വീണായിരുന്നു. പക്ഷെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് വീണത്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റില്ല അല്ലേ? അത് ചിലപ്പോൾ ബൈ ചാൻസിലൊക്കെ നമുക്ക് എന്ത് വരാം? ചില ഫേസ് കൂടുതലായിട്ട് വരാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. നമുക്കറിയില്ലല്ലോ. നമ്മളല്ല, അത് വേറെ ഒരു ഒബ്സർവ് ചെയ്ത സംഗതിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് ആ ഡൈ ബയാസ്ഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെയും എന്തൊക്കെ വേണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വേണം, ഒബ്സർവ് ഫ്രീക്വൻസി വേണം. ഇവിടെ ഫ്രീക്വൻസി ഓൾറെഡി തന്നത്, ഇത് ആള് പരീക്ഷിച്ചതാണ്. അതെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്താണ്. ഇത് ഒബ്സർവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? എല്ലാം ഈക്വൽ ആവുമെന്ന്. എന്ന് വെച്ചാൽ എല്ലാം എത്ര വെച്ച് വീഴണം? 15 വെച്ച് വീഴണം. ഇതാണ് നമ്മൾ എന്ത്? ഇത് നമ്മുടെ ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇ കിട്ടി. ഒബ്സർവ് ഫ്രീക്വൻസി ഓയും കിട്ടി. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നൾ ഹൈപ്പോത്തസിസ് വെക്കണം. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യൻ പറഞ്ഞത് അത് നമ്മൾ പോസിറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോത്തസിസ് വെക്കും. എന്താ വെച്ചാൽ ഡൈ ഈസ് അൺബയാസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡൈ അൺബയാസ്ഡ് ആണ് എന്നുള്ള ഹൈപ്പോത്തസിസ് നമ്മൾ വെക്കുക. അപ്പോൾ നോക്കി, ഫസ്റ്റ് നമ്മൾ H0 വെച്ചു. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അതായത് ഡൈ ഈസ് അൺബയാസ്ഡ്. ഒരു വ്യത്യാസവും ഇല്ല, എല്ലാ ഫേസും ഒരേപോലെയാണ്, അൺബയാസ്ഡ് ആണ്, ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു? ഹൈപ്പോത്തസിസ് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്യും. ഒബ്സർവ് ഫ്രീക്വൻസി എഴുതി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എഴുതി, രണ്ടും തമ്മിലെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു. ആ സ്ക്വയർ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി. എൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% എടുത്തു. ഡിഗ്രി ഓഫ് ഫ്രീഡം n-1. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര? 1, 2, 3, 4, 5, 6. അപ്പോൾ 6 - 1 = 5. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൽ ടേബിൾ ശരിയാവുമോ നോക്കി നോക്കാം നമുക്ക്. അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 5 നമുക്ക് നോക്കി നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം 5 വരുമ്പോൾ എത്ര വരിക നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം 5 വരുമ്പോൾ 11.070 അല്ലേ? 11.070 11.070. ഓക്കെ, ഇതിപ്പോൾ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ടേബിൾ വാല്യൂ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി ഇനി നമ്മൾ കമ്പയർ ചെയ്യണം അല്ലേ? നമ്മൾ ലാസ്റ്റ് കൺക്ലൂഷൻ അല്ലേ? കാൽക്കുലേറ്റഡ് വാല്യൂ എങ്ങനെയാണ്? കുറവാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നോക്കി, സിൻസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. ഇത് ആക്സെപ്റ്റ് ചെയ്യുക. ഇതേ കൈയോടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഡൈ അൺബയാസ്ഡ് ആണ്. അപ്പോൾ therefore the die is unbiased. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ കൈസ്കോ ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്? ഇൻഡിപെൻഡൻസ്, ടു ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇവിടെ 2 ആട്രിബ്യൂട്ട്സ് ആണ് നമ്മളിവിടെ ഉള്ളത്. എന്താണ്? ഫ്രം ദി ഫോളോയിങ് ടേബിൾ ടെസ്റ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ഐ കളർ ഓഫ് ഫാദർ ആൻഡ് സൺ. അച്ഛൻ്റെയും മകൻ്റെയും കണ്ണിൻ്റെ നിറം. ചിലർ നീല നിറമായിരിക്കാം, ചില വെള്ളാരം കണ്ണായിരിക്കാം, ചിലരുടെ കറുത്ത കണ്ണുകൾ അല്ലേ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ കണ്ണിന് പോലെ തന്നെയാണോ മകൻ്റെയും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഹൈപ്പോത്തസിസ് വെക്കുന്നത്? ഇൻഡിപെൻഡൻ്റ് ആണ്.
രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്, ഡിപ്പെൻഡ് അല്ല എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അസംഷൻ വയ്ക്കുക. ഇൻഡിപെൻഡൻസിയാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് വയ്ക്കുക, രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് എന്ന് വെച്ചാൽ യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല എന്നുള്ള ലെവലിൽ നമ്മൾ ഹൈപ്പോത്തസിസ് വയ്ക്കും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ, നമ്മൾ നേരത്തെ പോലെ ഇവിടെ ഉണ്ടാവും 2 റോയാ 2 കോളവും, നേരെ അങ്ങനെ ആയിരുന്നില്ല അല്ലെ. അവിടെ ചെറിയൊരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ ആയിട്ട് ഇവിടെ ടോട്ടൽ കോളം നമ്മൾ ഇവിടെ വയ്ക്കും. ഇവിടെ ഒരു ടോട്ടൽ കോളം നമ്മളിടും. അതേപോലെ തന്നെ ഇവിടെ ഒരു ടോട്ടൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ ചില സിറ്റുവേഷനിൽ ക്വസ്റ്റ്യനിലെ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പണി ചുരുങ്ങി കിട്ടും. പക്ഷേ ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്ത് വെക്കണം. ടോട്ടൽ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഇത്രയും ഒബ്സർവ്ഡ് ആണ്. ഈ ഐറ്റം എന്താണ്, ഒബ്സർവ് ചെയ്താ. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ യാതൊരു മാർഗ്ഗവുമില്ല. നമ്മൾ നേരത്തെ ഡയുടെ കേസിലൊക്കെ നമ്മൾ 90 ടൈംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ എക്സ്പെക്ടേഷൻ ഈക്വൽ ആക്കി എടുത്ത് നമ്മളവിടെ. പക്ഷെ ഇവിടെ എക്സ്പെക്ടേഷൻ ഇല്ല. ഇവിടെ എക്സ്പെക്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. മനസ്സിലാവുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടേബിൾ ഒന്നുകൂടി ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യും. റീകൺസ്ട്രക്ട് ചെയ്യുക പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ എന്താ ചെയ്യണം, ഒരു ടോട്ടൽ കൂടി ഇവിടെ ആഡ് ചെയ്ത് വെക്കും. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% ആണെന്നും ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻസറിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേബിൾ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചിട്ട്. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം. എന്ത് വെച്ചിട്ട്, ഈ ടോട്ടൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇത്രയും പോർഷൻ എന്തായിരുന്നു, ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ടോട്ടൽ ചെയ്തു. ഈ രണ്ടും ഇവിടെ ടോട്ടൽ ചെയ്ത് വെച്ചു. അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്തുള്ളൂ. പിന്നെ നമ്മൾ ഫസ്റ്റ് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെച്ചു അല്ലേ. നൾ ഹൈപ്പോത്തസിസ് വെച്ചു. എന്താ നൾ ഹൈപ്പോത്തസിസ് വെച്ചത്, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു അല്ലേ. ഫാദേഴ്സ് ഐ കളർ ആൻഡ് സൺസ് ഐ കളർ ആർ ഇൻഡിപെൻഡന്റ്, രണ്ടും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹൈപ്പോത്തസിസ് വെച്ചു. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് ടേബിൾ ഒന്ന് റിവൈസ് ചെയ്തു. ഇനി നമുക്ക് ഒബ്സർവ് ഫ്രീക്വൻസി നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ഏതൊക്കെയാണ്, 230, 151, 148, 470. ഇത് നമ്മൾ എന്ത് ചെയ്തു, റോ വൈസ് എഴുതി, കോളം വൈസ് എഴുതി. 230 ആദ്യം എഴുതി, അതിനുശേഷം 151 എഴുതി, അതിനുശേഷം 148 എഴുതി, അതിനുശേഷം 471 എഴുതി. ടോട്ടലൊക്കെ നമ്മൾ എഴുതിയതല്ലേ, അത് നമ്മൾ ഇവിടെ വീണ്ടും എഴുതി വെക്കരുത്. അപ്പോൾ ഒബ്സർവ് ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതി വെച്ചു. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ, കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഇത് ശ്രദ്ധിക്കണം, ഇത് മറന്നു പോകരുത്. കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ കോളം ടോട്ടൽ പറഞ്ഞ ഇതല്ലേ, അതെ. അപ്പോൾ ഇത് ഇൻറ്റു ഇത് കോളം ടോട്ടലും, ഈ രണ്ടെണ്ണം കോളം ടോട്ടലും, ഈ രണ്ടെണ്ണം റോ ടോട്ടലും. അപ്പോൾ കോളം ടോട്ടൽ ഈ രണ്ടെണ്ണം എന്തായിട്ട് വരും, കോളം ടോട്ടലായിട്ട് വരും. ഈ രണ്ടെണ്ണം റോ ടോട്ടലായിട്ട് വരും. ഇത് അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലായിട്ട് വരും. ഏത് 1000 ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടുന്ന, ആദ്യത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നുണ്ടെങ്കിൽ കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ. അപ്പോൾ കോളം ടോട്ടൽ ഈ രണ്ടെണ്ണം, കോളം ടോട്ടൽ പിന്നെ ഇൻറ്റു റോ ടോട്ടൽ എഗെയിൻ, പിന്നെ കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ 1000. നോക്കി, 381 ഇൻറ്റു 378 ഡിവൈഡഡ് ബൈ 1000. കറക്റ്റ്. എഗെയിൻ വീണ്ടും 380, ഈ കോളം ടോട്ടൽ ഇൻറ്റു നെക്സ്റ്റ് റോ ടോട്ടൽ ഇൻറ്റു 1000. അപ്പോൾ നോക്കി, 381 ഇൻറ്റു 622 ഡിവൈഡഡ് ബൈ 1000. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ കോളം കഴിഞ്ഞു, നെക്സ്റ്റ് കോളത്തിലേക്ക് കിടക്കും. എഗെയിൻ കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ 619 ഇൻറ്റു 371 ഡിവൈഡ് ബൈ 1000. ഓക്കെ, 619 ഇൻറ്റു 378 ഡിവൈഡ് ബൈ 1000. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ കോളം ടോട്ടൽ ഇൻറ്റു ഈ റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എന്ന് വെച്ചാൽ 619 ഇൻറ്റു 622 ഡിവൈഡ് ബൈ 1000. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 381 ഇൻറ്റു 378 ഡിവൈഡ് ബൈ 1000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 144.02, അതുപോലെ 236 ഡിവൈഡ് ബൈ 98. അപ്പോൾ നമുക്കത് എല്ലാം കിട്ടും, എല്ലാ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കിട്ടി. അപ്പോൾ നോക്കി, ഒബ്സർവ് ഫ്രീക്വൻസിയും കിട്ടി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കിട്ടി. പിന്നെ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്യുക. എന്ത് ചെയ്യുക, O മൈനസ് ഇ ഇവിടെ കണ്ടു, O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഇവിടെ കണ്ടു, O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഇവിടെ ചെയ്തു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ചെയ്യാൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഫോർമുലയാണ്, R-1 ഇൻറ്റു C-1. R-1 പറഞ്ഞ പറഞ്ഞ റോ, എത്ര റോ ഉണ്ട്, 2 റോ.
കോളം എത്രയാണ്? സി പറഞ്ഞ കോളം എത്ര? 2. അപ്പോൾ 2 - 1 × 2 - 1 2 - 1 × 2 - 1 എന്ന് വെച്ചാൽ 1 × 1 = 1. ഓക്കെ. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ പ്രോബ്ലത്തിൽ അല്ലേ, ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കണ്ടുപിടിച്ച്? n-1. കാരണം അവിടെ അല്ലേ, കോളം 1 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ റോയും കോളം ഉള്ള അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ ഫോർമുല ജസ്റ്റ് ഒന്ന് മാറ്റി എന്താണ് r - 1 × c - 1. r എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനെ നോക്കിയിട്ട് വേണം പറയാൻ. റോ ഈ കോളം ക്വസ്റ്റിനിൽ എങ്ങനെയാണ്? r എത്രയാണ്? റോ എത്രയാണ്? 2 എണ്ണം. കോളം എത്രയാണ്? 2 എണ്ണം. അപ്പോൾ 2 - 1 × 2 - 1 എന്ന് വെച്ചാൽ 1 × 1 = 1. അപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം 1. അപ്പോൾ എത്ര കിട്ടുക? 3.84 കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്ക് പ്രോബ്ലത്തിൽ ക്വസ്റ്റിന് തന്നിട്ട് 3.84 ആണെന്ന്. പിന്നെ വീണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ടേബിൾ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? ടേബിൾ വാല്യൂ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും അല്ലെ? എന്തൊക്കെ കാൽക്കുലേറ്റഡ് വാല്യൂയും ടേബിൾ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കി, കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലാ. കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതൽ, ടേബിൾ വാല്യൂ കുറവാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ റിജക്ട് ചെയ്യും. മനസ്സിലാവണ്ട? അപ്പോൾ കണ്ട, കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ, സോ വി റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്താ വെച്ചിട്ടുണ്ടായിരുന്നു? ഫാദർ ഐ കളർ ആൻഡ് സൺ ഐ കളർ ഇൻഡിപെൻഡന്റ് ആണെന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വെച്ചത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. ഇൻഡിപെൻഡന്റ് അല്ല, ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റും. ഫാദേഴ്സ് ഐ കളർ ആൻഡ് സൺസ് ഐ കളർ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് അല്ല, ദർ അസോസിയേറ്റഡ്, ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ പിതാവിന്റെ അതേപോലെ തന്നെ ആയിരിക്കും കണ്ണുകൾ ആരുടെയും മകന്റെയും എന്നുള്ള അസംഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ 3 ഇവിടെ എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട്. അതേപോലെ തന്നെ 2 റോയും ഉണ്ട്. മനസ്സിലാവണ്ട? അപ്പോൾ ടോട്ടൽ നമ്മൾ പരിഗണിക്കരുത്. റോയും കോളം കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പരിഗണിക്കരുത്? ടോട്ടൽ പരിഗണിക്കരുത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദി അഡൾട്ട് പോപ്പുലേഷൻ ഓഫ് 4 ലാർജ് സിറ്റീസ് റാൻഡം സാമ്പിൾസ് വർ സെലക്ടഡ് ആൻഡ് നമ്പർ ഓഫ് മാരീഡ് ആൻഡ് അൺമാരീഡ് മെൻ വർ റെക്കോർഡഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 4 സിറ്റീസ് എടുത്തു. 4 സിറ്റീസിൽ നിന്ന് അഡൾട്ട് ആയിട്ടുള്ള കുറച്ച് പോപ്പുലേഷൻ എടുത്തതിന് ശേഷം അതിൽ ആരൊക്കെയാണ് സിംഗിള്, ആരൊക്കെയാണ് മാരീഡ് എന്ന് നോക്കി. എന്നിട്ട് ഈ മാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സിറ്റീസിൽ എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിറ്റീസിലും സിംഗിളും അതേപോലെ തന്നെ മാരീഡ് പേഴ്സണും ഒരേപോലെയാണ് ഒരു പരിധി കഴിഞ്ഞ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25 വയസ്സ് പ്രായം കഴിഞ്ഞതിന് ശേഷം എയിലും ബിയിലും സിയിലും ഡിയിലൊക്കെ ആളുകളുടെ എണ്ണം എങ്ങനെയാണ്? എല്ലാവരും ഒരേപോലെ തന്നെയാണോ വിവാഹം കഴിച്ചിരിക്കുന്നത്? ചില സിറ്റീസിൽ കൂടുതലും ചില സിറ്റീസിൽ കുറവായിട്ടാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോമോജിനിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക, ഒരേപോലെയാണോ എന്നുള്ള കാര്യം. ഒരേപോലെ ടെസ്റ്റിംഗ് ദി ഹോമോജിനിറ്റി. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ഓരോ ലെവലാണ്. ഒന്ന് ഹോമോജിനിറ്റി ടെസ്റ്റ് ചെയ്തു, ഒന്ന് ഇൻഡിപെൻഡൻസി ടെസ്റ്റ് ചെയ്തു അല്ലേ? അതേപോലെ തന്നെ ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഫസ്റ്റ് അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓരോ ടെസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ യൂസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്കേർട്ട് ടെസ്റ്റിന് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹോമോജിനിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ടേബിൾ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി ഇവർ ടോട്ടൽ ചെയ്യുക കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടോട്ടൽ ചെയ്യേണ്ട കാര്യം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അല്ലേ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാണ്. അതായത് ടോട്ടൽ ഒഴികെയുള്ള ബാക്കിയെല്ലാം എന്തായിരിക്കും? ഇതൊക്കെ ഒബ്സർവ് ഫ്രീക്വൻസി. അത് ഓ എഴുതുന്ന സമയത്ത് 137, 32, 164, 57, 152, 56 1 by 1 ആയിട്ട് താഴേക്ക് എഴുതും. അപ്പോൾ ഒബ്സർവ് ഫ്രീക്വൻസി കിട്ടി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്ത്? കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അതുപോലെ കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ഇനി നെക്സ്റ്റ് എടുക്കണം, നെക്സ്റ്റ് കോളം. അതുപോലെ കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ റോ ടോട്ടൽ ഇൻറ്റു 780. അതുപോലെ ഇത് ഇൻറ്റു ഇത്. അതുപോലെ ഓരോന്നും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കാം നമുക്ക് അങ്ങനെ ചെയ്തത് അല്ലേ. ഇവിടെ ഓക്കെ, 169 ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്തു? 137, 137, 32, 164, 57 അങ്ങനെ 1 by 1 ആയിട്ട് എഴുതി. 164, 57, 164, 57, 164, 57, അതുപോലെ 152, 56, 152, 56, അതേപോലെ തന്നെ
156, 56, 147, 35 അല്ലേ? 147, 35. അപ്പോൾ 1/1 ആയിട്ട് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 130 എങ്ങനെ കിട്ടിയെന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ എങ്ങനെ ചെയ്യുക? മിനിറ്റ്. എങ്ങനെ കിട്ടുക? 169 ഇൻറ്റു 147, സോറി 169 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 780 അല്ലേ? അപ്പോൾ എത്ര ആൻസർ കിട്ടുക നോക്കുക. 169 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 780. 169 ഇൻറ്റു 130 ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തവിടെ നെക്സ്റ്റ് നമ്മളിവിടെ 130 എഴുതും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കും. നെക്സ്റ്റ് എങ്ങനെ? 169 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 780. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. 169 ഇൻറ്റു 180. അപ്പോൾ എത്ര കിട്ടി? 39 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ 39 എഴുതും. നെക്സ്റ്റ് നമ്മൾ എങ്ങനെ നോക്കുക? നെക്സ്റ്റ് നമ്മൾ 221 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 780 നോക്കുക. 221 ഇൻറ്റു 600. 600 എത്ര കിട്ടി? 170 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 170 ഇവിടെ എഴുതും. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നോക്കും. പിന്നെ എങ്ങനെ? 121 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 780. അപ്പോൾ 121 ഇൻറ്റു എത്ര? 51 കിട്ടി. 51 കിട്ടി. അതുപോലെ ഓരോന്നും ചെയ്യാം. അപ്പോൾ ഓയും ഇയും കിട്ടിക്കഴിഞ്ഞാൽ O - C കണ്ടുപിടിക്കുക. O - C ഹോൾസ് കണ്ടുപിടിക്കുക. ഡിവൈഡ് ബൈ ഇ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. നമ്മൾ ലാലോ സിഗ്നിഫിക്കൻസ് 5 എടുക്കുക. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ? R - 1 ഇൻറ്റു C - 1. ഇവിടെ നോക്കി. റോ എത്ര ഉണ്ട്? റോ 2 ഉള്ളൂ അല്ലേ? റോ 2 ഉള്ളൂ. പക്ഷെ കോളം എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? റോ 2 കോളം 4 ഉണ്ട്. അപ്പോൾ 2 - 1 1, 4 - 1 3. അപ്പോൾ 1 ഇൻറ്റു 3 3. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 കിട്ടി. ഡിഗ്രി ഓഫ് ഫ്രീഡം 3, ലാലോ സിഗ്നിഫിക്കൻസ് 5. ഡിഗ്രി ഓഫ് ഫ്രീഡം ലാലോ സിഗ്നിഫിക്കൻസ് 3. അപ്പോൾ 7 അല്ലേ? 815 കിട്ടും. അപ്പോൾ നോക്കി 7.8 അല്ലേ? അപ്പോൾ കിട്ടി. അപ്പോൾ ഇനി നോക്കി ടേബിൾ വാല്യൂ എങ്ങനെയാണ്? ടേബിൾ വാല്യൂ കൊണ്ട് കമ്പയർ ചെയ്ത് നോക്കി. കാൽക്കുലേറ്റഡ് വാല്യൂ കുറവ് തന്നെയാണ്. ടേബിൾ വാല്യൂന് കൂടുതൽ. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇവിടെ നമ്മൾ എന്താണ് ഹൈപ്പോതെസിസ് വെച്ചിട്ടുണ്ടായിരുന്നത്? ഹോമോജീനിയസ് ആണ്, ഒരേപോലെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഹൈപ്പോതെസിസ് വെച്ചു. നമ്മൾ എന്ത് ചെയ്യും? അത് ആക്സെപ്റ്റ് ചെയ്യും അല്ലേ? സോ വി conclude that there is no significant variations ഇല്ല, ഹോമോജീനിയസ് ആണ് അല്ലേ? എല്ലാം ഒരേപോലെയാണ്. എക്സിറ്റീസ് ആർ ഹോമോജീനിയസ് എന്നുള്ള അസംഷനിൽ നമ്മൾ എത്തും. No significant variation among cities in the tendency of men to marry. അപ്പോൾ എല്ലാവരും ഒരേപോലെയാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള ലെവലിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏത് Chi-square ടെസ്റ്റ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പഠിക്കുക. അത് ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയും കോളയും വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. പിന്നെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഗതി ക്ലിയർ ആവും. ഓക്കെ, ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.